CPIM സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് ജൂൺ 20 സിന്ദാബാദ് സഖാവ് കണ്ണൻ മാസ്റ്റർ ദിനം സിന്ദാബാദ് പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെയാകുന്ന ഈച്ച സഖാവേ വീരസഖാവാം കണ്ണൻ മാഷേ നിങ്ങളുടെ സ്മരണ പുതുക്കുമ്പോൾ വർഗീയതയ്ക്കെതിരായ സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടങ്ങൾ തുടരും ഞങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ് CPIM സിന്ദാബാദ് കണ്ണൻ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടിന്ന് 10 വർഷം പൂർത്തിയാകും. സഖാവിൻ്റെ ദീപ്തമായ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ സഖാവ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ നാടിനെ ആകെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് സഖാവ് നടത്തിയ ധീരോജ്വലമായ പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ അതുപോലെ തന്നെ സമീപ ഏരിയകളിലൊക്കെ തന്നെ നമ്മുടെ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പടുത്തുയർത്തുന്നതിൽ സഖാവ് ധീരോക്തമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ വലതുപക്ഷ ആശയത്തിന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ പുരോഗമന ആശയത്തെ അതിശക്തമായി മുന്നോട്ട് നയിച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശക്തമായ നിലയിൽ വളർന്നു വരികയാണ് ഉണ്ടായത്. ഇതിന് നേതൃത്വപരമായി പങ്കുവച്ച സഖാവ് കണ്ണൻ മാസ്റ്ററുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ഒരുപടി രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി കുഞ്ഞമ്മദ് മാഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മാഷ്, KV വേങ്ങേരി എല്ലാവരെയും പതാകത്തിന് വേണ്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് KV വിളമ്പി. ഇൻകുലാബ് സിന്ദാബാദ് CPIM സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് ജൂൺ 20 സിന്ദാബാദ് സഖാവ് കണ്ണൻ മാസ്റ്റർ ദിനം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് CPIM സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് നമ്മളെല്ലാം പ്രിയപ്പെട്ട കണ്ണൻ മാസ്റ്ററുടെ 10ാമത് വർഷമാണ് 10 വർഷമാണ് നമ്മളോട് ഒപ്പം കണ്ണൻ മാഷ് ഇല്ലാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 10ാം ചരമ വാർഷിക ദിനം നമ്മൾ സമ്മിലിതമായി ആചരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തും പ്രത്യേകിച്ച് കൊയിലാണ്ടി താലൂക്കിലും എല്ലാം
കർഷക പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവുമെല്ലാം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് നിർവഹിച്ചുകൊണ്ടാണ് സഖാവിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര കാലത്ത് നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും സഖാവിൻ്റെ പങ്ക് നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം മുന്നേറിയത്. ഈ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണ് സഖാവ് കണ്ണൻ മാസ്റ്റർ കടുത്ത യാതനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിൽ നിസ്തുലമായ പങ്ക് നിർവഹിച്ച് അദ്ദേഹത്തിൻ്റെ മരണഘട്ടം വരെ ഈ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞ സാന്നിധ്യമായി അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്കെല്ലാം മാതൃകയാണ്. ആ സഖാവിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന സന്ദർഭത്തിൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പേരാമ്പ്ര ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് എം കുഞ്ഞമ്മദ് മാസ്റ്ററാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവിൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, സഖാവ് കണ്ണൻ മാസ്റ്ററുടെ 10ാമത് ചരമദിനമാണ് നമ്മളിന്ന് ആചരിക്കുന്നത്. പേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലും നമ്മുടെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് അക്ഷരാർത്ഥത്തിൽ ത്യാഗപൂർവമായ പ്രവർത്തനമാണ് കണ്ണൻ മാസ്റ്റർ നിർവഹിച്ചത്. എരവട്ടൂരിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് കണ്ണൻ മാസ്റ്റർ ജനിച്ചത്. പേരാമ്പ്രയിലെ ഹൈസ്കൂളിൽ 8ാം തരം വരെ പഠിച്ച് 8ാം തരം വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കി കണ്ണൻ മാസ്റ്റർ വരുന്നത്. ആ സമയത്ത് ചെറുപ്പക്കാർക്ക് ജോലിയൊന്നുമില്ലാതെ വിഷമിക്കുന്ന കാലമാണ്. ദാരിദ്ര്യം അതിൻ്റെ ഉച്ചകോടി എത്തിയ സന്ദർഭമാണ്. നാട്ടിലുള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ കണ്ണൻ മാഷും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. കൈപ്പുറം എലിമെൻ്ററി മാപ്പിള LP സ്കൂളിൽ മലയാളം അധ്യാപകനായി കണ്ണൻ മാസ്റ്റർക്ക് നിയമനം കിട്ടി. കുറച്ചു കാലം ആ ജോലി ചെയ്തെങ്കിലും തുച്ഛമായ വേതനവും മറ്റും ഉള്ളതുകൊണ്ട് ജീവിത കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ കണ്ണൻ മാഷ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. ഒരു കൊല്ലമാണ് കണ്ണൻ മാഷ് സ്കൂളിൽ പ്രവർത്തിച്ചത്. അങ്ങനെയാണ് KM കണ്ണൻ എന്നത് KM കണ്ണൻ മാഷായിട്ട് മാറിയത്. കണ്ണൻ മാഷ് വയനാട്ടിലേക്ക് പോയി. വയനാട്ടിൽ അന്ന് അങ്ങനെയാണ്, വയനാട് ഒക്കെ ഉള്ള സ്ഥലത്താണ് കുടിയേറ്റം, പ്രവാസി. ജോലിയില്ലാത്ത ചെറുപ്പക്കാരൊക്കെ വയനാട്ടിൽ പോകും. വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജോലിയുണ്ട്. അവിടെ ഒരു പാടിയിൽ ഗാർഡായി കണ്ണൻ മാഷ് ജോലി പ്രവേശിച്ചു. അതിനുശേഷം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ മാഷ്ക്ക് മലേറിയ പിടിപെട്ടു. മാസങ്ങളോളം അവിടെ കിടന്ന് ചികിത്സ നേടി. അപ്പോഴേക്കും ഈ ജോലി നഷ്ടപ്പെട്ടു. വയനാട്ടിലെ ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് കണ്ണൻ മാഷ് ജോലി ആവശ്യാർത്ഥം മൈസൂരിലേക്ക് പോയി. 2ാം ലോകമഹായുദ്ധം കേളികൊട്ട് ആരംഭിക്കുന്ന സന്ദർഭമാണ്. മൈസൂരിലെത്തിയപ്പോൾ പട്ടാളത്തിൽ ചെറുപ്പക്കാരെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബല്ലേരിയിലെത്തി പട്ടാളത്തിൽ ചേർന്നു. 1945 2ാം ലോകമഹായുദ്ധം അവസാനിക്കുന്ന സന്ദർഭം ഉണ്ടായി. കണ്ണൻ മാഷുടെ പട്ടാള ക്യാമ്പിൽ ഏതാണ്ട് 300ഓളം പട്ടാളക്കാരുണ്ടായിരുന്നു. അന്ന് ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും ലോകമാകെ മുന്നോട്ട് ആവേശത്തോടെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഘട്ടമായിരുന്നു.
അങ്ങനെ കണ്ണൻ മാഷ് 300ഓളം പട്ടാളക്കാർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ആശയങ്ങൾ ഈ പട്ടാള ക്യാമ്പിൽ പതുക്കെ പ്രചരിച്ചു. അപ്പോഴേക്കും 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചിരുന്നു. കണ്ണൻ മാഷ് പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെയാണ് 1946 കണ്ണൻ മാഷ് പേരാമ്പ്രയിലേക്ക് വന്നത്. അവിടെ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ, പേര് ഞാൻ പറയുന്നില്ല, വിട്ടുപോയാൽ അത് ശരിയല്ല, ടി സി ചാർത്ത് മുതൽ ആർ നാരായണൻ നായർ മുതൽ ബംഗലിൽ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ മുതൽ നിരവധി പേർ പേരാമ്പ്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഒരു സെല്ല്, കമ്മ്യൂണിസ്റ്റ് സെല്ല് പൈതോത്ത് അടിസ്ഥാനമാക്കി ഒരു കമ്മ്യൂണിസ്റ്റ് സെല്ല് പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ സെക്രട്ടറി രണ്ടാം ഘട്ടം കണ്ണൻ മാഷായിരുന്നു. ആ സെല്ല് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമായി ഇവിടെ പേരാമ്പ്ര ഒരു ബ്രാഞ്ച് നിലവിൽ വന്നു. ആ പാർട്ടി ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി കണ്ണൻ മാഷായിരുന്നു. അതിനുശേഷം ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയും പേരാമ്പ്ര ലോക്കൽ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ആ പേരാമ്പ്ര ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കണ്ണൻ മാഷായിരുന്നു. അതിനുശേഷമാണ് അവിടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പല ഘട്ടങ്ങളിലായി പോലീസ് പിടിക്കുകയും ഗുണ്ടകൾ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഈ പ്രയാസമെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് കണ്ണൻ മാഷ് പ്രവർത്തിച്ചത്. അപ്പോഴേക്കും നമ്മുടെ പാർട്ടിക്കകത്ത് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഘട്ടം എന്തായിരിക്കണം, ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മുന്നണി ഏതായിരിക്കണം, മാർഗം ഏതായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു പാർട്ടിക്കകത്ത്. 1946 ഞാൻ പറഞ്ഞല്ലോ, കണ്ണൻ മാഷ്ക്ക് പാർട്ടി കാർഡ് കിട്ടി. അത് പാർട്ടി കാർഡാണ്. അംഗത്വം എന്ന് പറയുന്നത് ഒരു കാർഡാണ്. ആ കാർഡ് അവർ ജീവനെ പോലെ സൂക്ഷിക്കുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ. ആ കാർഡിൻ്റെ രൂപം ഒരുപക്ഷെ നിങ്ങളും പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. കണ്ണൻ മാഷ് അതിന് ശേഷം പേരാമ്പ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നിരോധിച്ചു. നിരോധന കാലത്ത് എല്ലാവരും ഒഴിവിൽ പോയി. കുറേ ആൾ പ്രവർത്തനം നിർത്തിവെച്ചു. കണ്ണൻ മാഷും കെ ചോയി ഈ രഹസ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി ചുമതലപ്പെടുത്തി. അങ്ങനെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിൻ്റെയും ചരിത്രത്തിൽ എന്നും നമ്മൾ ഓർമ്മിക്കുന്ന സഖാവ് കെ ചോയിയെ പോലീസുകാർ കൊല്ലുന്നു. കെ ചോയിയും കണ്ണൻ മാഷും കൂടി ചെറുവണ്ണൂരിൽ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയും തിരിച്ചു വരുമ്പോൾ വൈകിയപ്പോൾ കണ്ണൻ മാഷ സഹോദരിയുണ്ട് കൽപ്പത്തൂർ. അവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരെ ഭക്ഷണം കിട്ടും എന്ന നിലക്കാണ് പുറപ്പെട്ടത്. രണ്ടുപേരും ഒന്നിച്ച് പുറപ്പെട്ടു. കൽപ്പത്തൂർ സ്കൂളിൻ്റെ അടുത്ത് ഇന്നത്തെ ഈ ചോയി സ്മാരക സ്തൂപമുണ്ടല്ലോ, അതിനടുത്ത് അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനും തരിപ്പണമാക്കാനും മർദ്ദിക്കാനൊക്കെ ഹോം ഗാർഡുകൾ ഉണ്ട്. ആ ഹോം ഗാർഡിൻ്റെ ചുമതല വില്ലേജ് ഓഫീസർക്കാണ്, അന്ന് അധികാരിയാണ്. അപ്പോൾ ഓരോ അധികാരിക്കും ഒരു ഹോം ഗാർഡ് ടീമുണ്ട്. അവർ കണ്ണൻ മാഷെ തിരിച്ചറിയുകയും ചോയിയെ തിരിച്ചറിയുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. സോ കെ ചോയിയെ ഹോം ഗാർഡും പോലീസും ചേർന്ന് മർദ്ദിച്ച് കൊന്നതിന് ശേഷം വെടിവെച്ചു. കണ്ണൻ മാഷ് വേവലാതിപ്പെട്ട് എങ്ങനെയല്ലോ നടന്ന് കെ ചോയിയുടെ സഹോദരൻ്റെ വീട്ടിലെത്തി. പിന്നീട് 2 കൊല്ലക്കാലം ഏതാണ്ട് കണ്ണൻ മാഷ് പൂർണ്ണമായിട്ടും ഒഴിവിലാണ് താമസിച്ചത്. ഈ കാലഘട്ടത്തിലാണ് പാർട്ടിക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ സംഘർഷം തുടങ്ങിയത്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാർഗം എന്ത്, ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളി ആര് എന്നത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമാണ്. ചൈനീസ് മാർഗമാണ് നമ്മുടെ പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തനം
എന്ന് കുറേ സഖാക്കൾ, സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയാണ് വേണ്ടതെന്ന് വേറെ കുറച്ച് ആൾക്കാർ, ചൈനീസ് മാതൃക എന്ന് പറയുന്നത് ഗ്രാമങ്ങൾ മോചിപ്പിച്ച് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാർച്ച് നടത്തി ഭരണം പിടിച്ചെടുക്കുക എന്നായിരുന്നു. റഷ്യയുടെ മാർഗം എന്ന് പറയുന്നത് നഗരങ്ങൾ ആദ്യം പിടിച്ചെടുക്കുക, എന്നിട്ട് ഗ്രാമങ്ങളിലേക്ക് പോവുക. ഇത് രണ്ടും അല്ല വേണ്ടത്. ഇന്ത്യയുടേതായിട്ടുള്ള ഒരു വിപ്ലവ പാത ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് ചർച്ച വേണ്ടു. കണ്ണമാഷ് CPM-ൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ടാണ് നിന്നത്. അന്ന് ഈ ആദർശം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സംയുക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗങ്ങൾ ചേർന്നിരുന്നു. അത്തരമൊരു യോഗത്തിൽ ചെറുവണ്ണൂരിൽ പങ്കെടുക്കാൻ വേണ്ടി കണ്ണമാഷ് പോയി. അത് പോലീസ് മനസ്സിലാക്കി. കണ്ണമാഷെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു, മൃഗീയമായി മർദ്ദിച്ചു, ലോക്കപ്പിലിട്ടു. ഏതാണ്ട് 6 മാസക്കാലം കണ്ണമാഷ് ജയിലിലായി. പിന്നീട് ജയിലിൽ നിന്ന് തിരിച്ചു വന്ന് കണ്ണമാഷ് സജീവമായി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. 1974 പേരാമ്പ്ര പാർട്ടി ഏരിയ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ആദ്യ സെക്രട്ടറി കണ്ണമാഷായിരുന്നു. അതിനുശേഷം 1975 അടിയന്തരാവസ്ഥ മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ കണ്ണമാഷായിരുന്നു പേരാമ്പ്ര പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി. പട്ടാളത്തിലെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന അനുഭവങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ധീരനായ പോരാളിയായി കണ്ണമാഷ് മുന്നോട്ട് പോയി. 1950 മെയ് 19 KHOയുടെ കൂടെ വധിക്കപ്പെടേണ്ട ആളായിരുന്നു, വധിക്കപ്പെടാൻ ഉദ്ദേശിച്ച ആളായിരുന്നു കണ്ണമാഷ്. ദേവിക്കും എനിക്കോ കണ്ണമാഷ് ഉള്ള ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും കണ്ണമാഷ്ക്ക് ശക്തമായ നിലപാടും അഭിപ്രായവുമുണ്ട്. വരും വരായികളെക്കുറിച്ച് നല്ല ധാരണ മാഷ്ക്കുണ്ട്. ഞങ്ങളൊക്കെ വൈകാരികമായിട്ടൊക്കെ പല കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കണ്ണമാഷ് എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ വരും വരായികൾ, ദോഷം ഗുണം ഒക്കെ കൃത്യമായി ലളിതമായി പറഞ്ഞു തന്ന് ഒരു നിലപാട് എടുക്കുന്നതിൽ മാഷ് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. കണ്ണമാഷ ജീവിതം, ചരിത്രം വീണ്ടും നമ്മൾ വായിക്കപ്പെടണം. കണ്ണമാഷയുടെ ജീവിതം നമ്മൾ വീണ്ടും പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പോടുകൂടി അല്പം ആവേശം കുറഞ്ഞ നിലയാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ ഫലം ഒന്ന്, കേരളത്തിൽ ജയിച്ചില്ല എന്നതുകൊണ്ട്, കേരളത്തെ മുന്നേറ്റമുണ്ടാക്കിയില്ല എന്നതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടി വരും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മോഡി സർക്കാരിനെതിരെ, BJPക്കെതിരെ അതിശക്തമായ പ്രചാരവേദിയാണ് നമ്മുടെ പാർട്ടിയും ഇടതുപക്ഷവും നടത്തിയിട്ടുള്ളത്. നമ്മുടെ പാർട്ടി മുൻകൈ എടുത്തിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. പക്ഷേ അത് 4 മാസത്തെ അനുഭവമേ ഉള്ളൂ ഇന്ത്യ മുന്നണിക്ക്. പാറ്റ്നയെ യോഗം വിളിച്ചു ചേർത്തു, നിതീഷ് കുമാർ ചെയർമാനായി തീരുമാനിച്ചു. അടുത്ത യോഗം ബാംഗ്ലൂരിലേക്ക് നടത്താൻ തീരുമാനിച്ചു. പിന്നെ ബോംബെയിൽ മീറ്റിംഗ് നടത്തി. പക്ഷെ നിതീഷ് കുമാർ കാലുമാറി NDAയിലേക്ക് പോയി. അതോടെ ഇന്ത്യ മുന്നണിക്ക് നാഥനില്ലാതായി. അപ്പോഴൊക്കെ BJPക്കെതിരെ പൊതു സ്ഥാനാർത്ഥി എന്ന മുദ്രാവാക്യം ആണ് ശരി എന്ന് താത്വികമായി നമ്മുടെ പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും പ്രഖ്യാപിച്ചു. പരമാവധി BJPക്കെതിരെ ഒരു പൊതു സ്ഥാനത്ത് നിർത്തുക, പരമാവധി അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യുക എന്ന നിലപാടാണ് എടുത്തത്. ഇന്ത്യ മുന്നണി വിജയമായിരുന്നു. ഇന്ത്യ മുന്നണി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് മോഡിക്ക് അധികാരം എന്തായിരുന്നു. നമ്മുടെ മുദ്രാവാക്യം മോഡിയെ താഴെ ഇറക്കണം, BJPയെ തോൽപ്പിക്കണം. ആ മുദ്രാവാക്യം ഒരു പരിധിവരെ നടപ്പിലാക്കിയിരിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ തോറ്റു എന്നതുകൊണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ മുന്നേറ്റം കാണാതെ പോകുന്നു. കേരളം ഒരു സംസ്ഥാനം മാത്രമാണ്, വേറെയും കുറേ സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എന്നത് ശരി. BJP തകർന്നു പോയില്ല. വാരാണസിയിൽ 5 ലക്ഷം വോട്ടിന് ജയിച്ച മോഡി ഇപ്പം കിട്ടിയ 1.25 ലക്ഷമാണ്. BJPയുടെ താര പ്രചാരകയായിട്ടുള്ള നമ്മുടെ പെണ്ണുങ്ങളുണ്ട്, സ്മൃതി ഇറാനി, അവർ പരാജയപ്പെട്ടു. 14 മന്ത്രിമാർ പരാജയപ്പെട്ടു BJPയുടെ NDAയുടെ. അതുപോലെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് അയോധ്യ. ഈ രാജ്യത്തിൻ്റെ വർഗീയ പ്രചരണത്തിലൂടെ
ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്താനുള്ള ശ്രമമായിരുന്നു അയോധ്യ. ആ അയോധ്യയിൽ പള്ളി പൊളിച്ച് അമ്പലമുണ്ടാക്കി മോഡി ഉദ്ഘാടനം ചെയ്തു. ടൂറിസ്റ്റ് കേന്ദ്രമാക്കി കോടാനുകോടി ഉറപ്പിക്കാൻ വേണ്ടി ചിലവാക്കി. ആ അയോധ്യയിൽ ബി ജെ പി തോറ്റു. അയോധ്യക്ക് ചുറ്റുമുള്ള മണ്ഡലങ്ങളിലും ബി ജെ പി തോൽക്കുക ചെയ്തിട്ടുണ്ട്. അപ്പം മോഡി പരാജയത്തിന് രുചി അറിഞ്ഞിട്ടുണ്ട്. 1.25 ലക്ഷം വോട്ടിന് വാരാണസി ജയിച്ച മോഡിക്ക് 5 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. അല്ല, 1.25 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. അത് തകർച്ചയല്ലേ? ബി ജെ പിയുടെ NDAയുടെ കേന്ദ്രമന്ത്രിമാർ ഏതാണ്ട് 11ഓളം ആളുകൾ പരാജയപ്പെട്ടു. ഇവിടെയാണ് ബി ജെ പി മുന്നേറ്റാക്കാൻ പറ്റിയത്. കേവല ഭൂരിപക്ഷം ഉണ്ടായില്ല. ആദ്യം പറഞ്ഞത് 400 സീറ്റ് കിട്ടും. NDA 350 സീറ്റ് ബി ജെ പി ഒറ്റക്ക് കിട്ടും. ബി ജെ പി ഒറ്റക്ക് ഭരിക്കും എന്നല്ല പറഞ്ഞു. അതെല്ലാം പോയി. ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മോഡിക്ക് ഇടത്തും വലത്തും തിരിയാൻ പറ്റില്ല. ഒരു ഭാഗത്ത് ചന്ദ്രബാബു നായിഡു, മറുഭാഗത്ത് നിതീഷ് കുമാർ. രണ്ടുപേർക്കും വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പഴയ മോഡി ഗവൺമെൻറ് ഇപ്പോഴും ദുർബലമായിട്ടുള്ള ഘടകകക്ഷികളോട് അവരുടെ അഭ്യർത്ഥന കൊണ്ട് മാത്രം, അവരുടെ തീരുമാനം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു ഗവൺമെൻറ്. അപ്പം ബി ജെ പി വൻ തകർച്ചയാണ് സംഭവിച്ചത്. ആ തകർച്ച നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുദ്രാവാക്യം അതായിരുന്നല്ലോ. ഇന്ത്യയിൽ നമ്മൾ ജയിച്ചു, കേരളത്തിൽ തോറ്റു. തോറ്റതിൻ്റെ കാരണം പഠിക്കേണ്ടത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ, പാർട്ടി ബ്രാഞ്ച് എല്ലാ തലത്തിലും നമ്മൾ പരിശോധിക്കാൻ പറ്റും. നമ്മുടെ പല ബൂത്തുകളിലും കൊടുത്ത കണക്ക് ശരിയായില്ല. നമ്മുടെ പാർട്ടി അനുഭാവികൾ മാറി വോട്ട് ചെയ്തുവന്ന സങ്കട വാർത്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊന്നും ഭരണവിരുദ്ധ വികാരമാണെന്ന് കരുതേണ്ടതില്ല. ഭരണവിരുദ്ധ വികാരം കൊണ്ട് പോയാൽ അത്ര പോകും 2-3%. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1.5 ലക്ഷം, 1 ലക്ഷം, 90,000, 55,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ചിട്ടുള്ളൂ. ഒരു പോയിന്റിലല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അഖിലേന്ത്യാ പൊളിറ്റിക്സ് ഉണ്ട്. അത് കാണാതിരിക്കണ്ട. നമ്മളെന്ത് പറഞ്ഞാലും മുദ്രാവാക്യം 2 ഒന്നാണ്. പ്രതിപക്ഷം ഉയർത്തിയ മുദ്രാവാക്യം എന്താ? BJP താഴെയിറക്കും, മോഡിയെ താഴെയിറക്കും. UDF മുദ്രാവാക്യം എന്താ? BJP താഴെയിറക്കും. രണ്ട് കൂട്ടരും ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ, അതെല്ലാം വേണ്ട പോലെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ്. മോഡി പേടിയുണ്ട്. അത് വസ്തുതയല്ലേ? ഭരണഘടന തകർക്കാനല്ലേ മോഡി പ്രവർത്തനം ആരംഭിച്ചു. ആദ്യം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയായപ്പോൾ സാഷ്ടാംഗ പ്രണാമം നടത്തി ചുംബിച്ചിട്ടാണ് മോഡി അകത്തേക്ക് കയറിയത്. അതിപ്പോൾ അറിയില്ല. ആ പാർലമെൻറ്റ് മന്ത്രി മാറി പുതിയ ഇപ്പം മോഡി എന്താ ചെയ്തത്? ഭരണഘടന തയ്യാറി വെക്കുക, അത് ചുംബിക്കുക. കാപട്യമാണല്ലോ, കാപട്യമല്ലേ? അപ്പോൾ മോഡി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. RSSനും BJPക്കും പഴയ രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ മുദ്രാവാക്യം ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. 30 സീറ്റ് ലോക്സഭാ സീറ്റിൽ 500 വോട്ടിൽ താഴെയാണ് ഭൂരിപക്ഷം BJPക്ക്. 30ഓളം സീറ്റ്, 100 സീറ്റിൽ 1000 വോട്ടിലെ ഭൂരിപക്ഷമാണ്. ഇത് ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാർ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പഠനമൊന്നും വേണ്ട കാര്യമില്ല, ജയിച്ച മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും ഉണ്ടല്ലോ, 554 നോക്കണ്ടോ. അപ്പോൾ 10 മണ്ഡലങ്ങളിൽ 500 അതിൽ കുറവോ, 100 മണ്ഡലങ്ങളിൽ 1000 അതിൽ കുറവ് വോട്ടാണ് ജയിച്ചിരിക്കുന്നത്. വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള പരാതികളും വന്നിട്ടുണ്ട്. ഏത് ഇലക്ട്രോണിക് മാധ്യമത്തെയും ബാഹ്യമായി നിയന്ത്രിക്കാൻ പറ്റുന്ന സംവിധാനം ഇന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാപകരായിട്ടുള്ള ആളുകളും വിദഗ്ധരൊക്കെ സംശയം ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ എല്ലാ സാങ്കേതിക വിദ്യയും കൊണ്ട് ജീവിക്കുന്ന അമേരിക്കയിൽ ബാലറ്റ് പേപ്പറാണ്, ഇംഗ്ലണ്ടിൽ ബാലറ്റ് പേപ്പറാണ്. അതൊരു ഭാഗത്തുണ്ട്. 48 വോട്ടും ജയിച്ചിട്ടുണ്ട് ഒരു BJP MP. മഹാരാഷ്ട്രയിൽ 48 വോട്ട് ജയിക്കുക. ഒരു ലോകസഭാ മണ്ഡലത്തിൽ 48 വോട്ട് കൊണ്ട് ജയിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ കഥ? അതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. മോഡിക്കല്ല പേരാണ്. ഇപ്പം ഈ ഇലക്ട്രോണിക് ഡിവൈസിൽ
പുറത്തു നിന്ന് ഒരാൾക്ക് മാറ്റം വരുത്താം, നിയന്ത്രിക്കാം എന്ന പ്രശ്നം പറഞ്ഞപ്പോൾ ചാടി വീണ് BJP-ക്കാരാണ്. രാജീവ് ചന്ദ്രശേഖരൻ അയാൾ ചാടി വീണ് പറയുന്നു. നമ്മളെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിജയം ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും പ്രവർത്തിക്കാനും ഒന്നിച്ചു ചേരാനും പോരാടാനും ക്യാമ്പയിൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു രാജ്യത്തെ നമ്മൾ വീണ്ടും സൃഷ്ടിച്ചിട്ടുണ്ട്. കനത്ത വെല്ലുവിളി നേരിട്ട ഭരണഘടന, ആ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള നിലപാട് നമ്മൾ വിജയിച്ചിട്ടുണ്ട്. മോഡിയെ താഴെയിറക്കുക എന്ന കാര്യത്തിൽ അല്പം കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഇന്ത്യ മുന്നണി കോൺഗ്രസ് ശ്രദ്ധിച്ചിട്ടേ ഇല്ലാലോ. അവസാനം ബേജാറായി എല്ലാവരും കൂടി ഓടിക്കൂടി എന്നല്ലാതെ. അപ്പോൾ നമുക്ക് കേരളത്തിലപ്പോൾ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പ്രാദേശികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പാർട്ടിക്കാർ തമ്മിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. പ്രാദേശികമായി തീർക്കാത്ത മധ്യസ്ഥ കാര്യങ്ങളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് മോഡിയുടെ വീണ്ടുമുള്ള വരവ്, മോഡി 400 സീറ്റ് കിട്ടുമെന്നുള്ള ഭയം, ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം കേരളത്തിൽ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാം, SDPI, AP സുന്നി, EK സുന്നി, മുജാഹിദ് 2 ഗ്രൂപ്പ് എല്ലാവരും ഒന്നിച്ചാണ് വോട്ട് ചെയ്തത്. അത് ചെറിയ വോട്ടാ, ഒന്നിച്ചാണ് വോട്ട് ചെയ്തത്. ഇവിടെ കേരളത്തിൽ 24% മുസ്ലിങ്ങൾ, 14% ക്രിസ്ത്യാനികൾ, ഇപ്പോൾ 48% ഒരാൾ. അവരെല്ലാം ചോദിച്ചു കഴിഞ്ഞു. അത് ഈ സർക്കാരോടുള്ള വിരോധം കൊണ്ടല്ല, പിണറായിയോടുള്ള വിരോധം കൊണ്ടല്ല, നിലനിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു മുസ്ലിം മന്ത്രിയുണ്ട്. മുസ്ലിം മന്ത്രിയുടെ ഇതുപോലെ കാര്യമൊന്നുമില്ല, അതുപോലെ കാര്യം. എന്നാലും ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുവാണ്. ഗോഹത്യ തുടങ്ങിക്കൊണ്ട്. അപ്പോൾ രാജ്യത്ത് വർഗീയത വർദ്ധിപ്പിച്ച്, ജനങ്ങളെ ഭിന്നിപ്പിച്ച്, മതവർഗീയതയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന BJP-യെ നിയന്ത്രിക്കാൻ പറ്റി. അതിന് ഇവർ പങ്കുവഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ് രാഘവനൊക്കെ 140-നൊക്കെ കോഴിക്കോട് ജയിക്കുക, നമ്മൾ കാസർകോട്ടെ വിദ്വാൻ ജയിക്കുക, സാക്ഷാത് സുധാകരൻ ജയിക്കുക. ചില UDF-ന് പ്രവർത്തനമുണ്ട്, ഒരു വീട് കാര്യമുണ്ട്, ഒരു ജോലിയെ കൊടുത്തുകൊണ്ട്, ഒരു കുടുംബം നടത്തിയുണ്ട്, ഒരു റാലി നടത്തിയുണ്ട്. മര്യാദ തീരെയില്ല. അപ്പോൾ അല്ല, ഇവിടെ ഇപ്പോൾ MP മുരളീധരൻ ഒരു ഈക്കിൾ വികസനം നടത്തിയിട്ടുണ്ട്. അത് ചർച്ചയായിട്ടുണ്ട്. അത് ചർച്ചയായിട്ടും കാര്യമില്ല. അവിടെ മുഖ്യ പ്രശ്നമെന്താ? മുഖ്യ വൈരുദ്ധ്യം BJP ഗവൺമെൻറ്റും അതിന് നടപടിയും, അതിനെ എതിർക്കുന്ന തൊഴിലാളി വർഗ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ. അപ്പോൾ ഇത് കുറച്ചു കാലം കൂടി നീണ്ടു നിൽക്കും. BJP അധികാരത്തിൽ പോയാലേ ശരിയായ രാഷ്ട്രീയത്തെ തിരിച്ചു വരാൻ പറ്റും. ഈ കാര്യമൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരു ബൂത്തിൽ ഒരു ലൈഫ് വീട് എത്ര ഉണ്ടാവും പഞ്ചായത്ത് പഞ്ചായത്തിൽ? 450 ആകെയുള്ളൂ. അത് കുറേ കൊടുത്തില്ലേ? പിന്നെ പെൻഷൻ വൈകിപ്പോയി. ഇതൊന്നും ഇപ്പോൾ ഉള്ള പുതിയ സംഭവം അല്ലല്ലോ. അപ്പോൾ ആ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ദേശീയ രാഷ്ട്രീയമാണ്. ആ ദേശീയ രാഷ്ട്രീയത്തെ നമ്മൾ ജയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. മാധ്യമങ്ങൾ ജനങ്ങളെ സംബന്ധിച്ച് ഈ പാർട്ടി മാത്രമേ ഉള്ളൂ ആശയം, നമുക്കറിയാം. പക്ഷേ ചില സന്ദർഭത്തിൽ വരുന്ന താൽക്കാലികമായ പ്രശ്നങ്ങൾ നിമിത്തം വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് ലൈനുണ്ടാക്കും, ഒരു കുറിപ്പ് വെക്കുവാൻ തയ്യാറാക്കും. എല്ലാ തെറ്റും തിരുത്തി ജനങ്ങളിലേക്ക് പാർട്ടിയെ ശക്തമായി കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനം നടത്താനുള്ള അവസരമാകട്ടെ കണ്ണമാഷിയുടെ 10ാമത് ചരമദിനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വാക്കുകൾ ചുരുക്കും. മതിയോ? അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇക്കാലത്തെ നമ്മുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയമായ ചുമതല നിർവഹിക്കാൻ നമുക്ക് കരുത്താകട്ടെ എന്ന് മാത്രമാണ്.